ഇന്ന് പൽക്കാലം ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുടെ വിഷയം എന്ന് പറയുന്നത് നല്ല ഇടയനെ കുറിച്ചാണ്. നമുക്ക് നല്ല സുപരിചിതമായിട്ടുള്ള ഭാഗമാണ്. എന്നാൽ ഈ നല്ല ഇടയനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ചില ദുരുപദേശങ്ങളെ കുറിച്ചുള്ളതായിട്ടുള്ള ചില വ്യക്തമായിട്ടുള്ള വചന പഠിപ്പിക്കലുകളിലൂടെ ഇന്ന് പകൽക്കാലം ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മധ്യത്തില് ഒരുപാട് പേര് യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞു വരാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ അടുത്ത കളമശ്ശേരിയില് അതിൻ്റെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ യഹോവ സാക്ഷികൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചില വാക്യങ്ങൾ മാത്രം അവരെടുക്കും. എബ്രായർക്കെതിരെ ലേഖനത്തിൽ നിന്നാണ് പലപ്പോഴും അവർ പല വാക്യങ്ങൾ എടുക്കാറുള്ളത്. എന്നാൽ ഇന്ന് പകൽക്കാലം വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ചാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് വ്യക്തമായി വചനത്തിൽ നൽകുന്നതായുള്ള വെളിപ്പാടുകൾ, അത് ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് ചിന്തിച്ചിട്ട് നല്ല ഇടയനെ കുറിച്ച് ദൈവം എനിക്ക് തന്നതായുള്ള ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം ഞാൻ ഈ പറയുന്നതായുള്ള വാക്യങ്ങള് നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും കുറിച്ചെടുക്കണം. നിങ്ങളത് പിന്നീട് നോക്കണം. പേന ഇല്ലാത്തവർക്ക് ഒരു പേന വേണം, ഇത് ഞാൻ തരാം. പേപ്പറില്ല അല്ലേ? ഞാൻ കുറച്ച് പേപ്പറോട് എടുത്തുകൊണ്ട് വരണം എന്ന് വിചാരിച്ചു. പേപ്പറുണ്ടോ? യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുമ്പോൾ യോഹന്നാന് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായി. യോഹന്നാൻ ഒരു യഹൂദനായിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദനായ തനിക്ക് തന്റെ സ്വന്തം ജനമായ യഹൂദന്മാരോട് അവർ പ്രതീക്ഷിച്ചിരുന്ന വാഗ്ദത്ത മശിയ തന്നെയാണ് യേശുക്രിസ്തു എന്ന് തെളിയിക്കുക എന്നുള്ള വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതിയത്. അതുകൊണ്ട് തന്നെ അവൻ തുടങ്ങുമ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കറിയാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു. അപ്പോ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ വ്യക്തമായിട്ട് യോഹന്നാൻ വേദപുസ്തകത്തിൽ എഴുതുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പോൾ വചനം ദൈവമായിരുന്നെങ്കിൽ വചനം ജഡമെടുത്തവനാണ് യേശുക്രിസ്തു. അതുകൊണ്ട് പിതാവായ ദൈവത്തെ പോലെ തന്നെ പുത്രനായ ക്രിസ്തുവും ദൈവമാണ് എന്നുള്ള സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഒന്നാമത്തെ തെളിവായിട്ട് ആ വാക്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള കാര്യം, രണ്ടാമത്തെ വാക്യം എടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ദൈവം, പിതാവായ ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ആ നിമിഷം മുതൽ തന്നെ ആരുകൊണ്ട്? നിങ്ങളുടെ കൂടെ വരണം. ആരുകൊണ്ട്? പുത്രനായ ക്രിസ്തുവുണ്ട്. അപ്പോൾ ആദിയിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവായ ദൈവവും ചേർന്നാണ് ലോകത്തെ സൃഷ്ടിച്ചത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അല്ലെ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. The Holy Spirit was brooding over the waters. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവം, 3 ആളത്വങ്ങളും വേദപുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, തൃത്വം എന്ന് പറഞ്ഞൊരു വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ കർത്താവ് ശിഷ്യന്മാരോട് അന്ത്യകൽപ്പന കൊടുക്കുമ്പോൾ കർത്താവ് പറയാൻ, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവേൻ. അത് പറഞ്ഞാൽ അത്ര ഇവിടെ വിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട് 1 യോഹന്നാൻ 5:20. ഇത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയാം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം.
തന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യ ജീവനുമാകുന്നു. വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാണ്. അവൻ ആരാണ്? സത്യദൈവവും നിത്യ ജീവനുമാകുന്നു. ഇനി നമുക്ക് ഇനി എടുക്കാം, വാക്യങ്ങൾ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. യോഹന്നാൻ 5:18. അവൻ തന്നെത്താൻ ദൈവത്തോട് സമമാക്കുകയും ചെയ്യുക കൊണ്ട്. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞപ്പോൾ അവൻ പിതാവായ ദൈവവും തന്നും തമ്മിൽ ഒരേ വിധത്തിലാണ് സംസാരിക്കുന്നത്. അവൻ തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടും യഹൂദന്മാർക്ക് ഏറ്റവും വലിയ വിരോധം അതായിരുന്നു. അത് മാത്രമല്ല, ഒരിക്കൽ കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു എന്ന് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഒരുവനെ അത് പറഞ്ഞിട്ടുള്ളൂ. ആരാത്? യാഹ് എന്നുള്ള നാമം. യാഹ് എന്നുള്ള നാമം മാത്രമേ ഞാനാകുന്നുവെന്ന് അരുളി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇവിടെ നസറേത്തിൽ പിറന്ന മറിയയ്ക്ക് പിറന്ന ഒരുവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുക, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനാകുന്നു എന്നുള്ള വാക്യം അവരുടെ മനസ്സിലേക്ക് കർത്താവ് കൊണ്ടുവന്നത് ഓർക്കണം. കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്, താൻ ദൈവപുത്രനാണ്. തന്റെ ദൈവത്വത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് നൽകുകയാണ്. 5:25. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അപ്പോൾ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള അധികാരം ആർക്കാ നൽകിയത്? പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, ന്യായവിധിയെല്ലാം പിതാവ് പുത്രനെ ബഹുമാനിക്കുന്നത് കൊണ്ട് താൻ തന്നെ ന്യായവിധി നടത്താതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുമ്പോട്ട് പോകാം. പിന്നീട് നാം ചിന്തിക്കുമ്പോൾ വെളിപാട് പുസ്തകം 5:12. വെളിപാട് 5:12. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ. വർത്തി ഈസ് ദ ലാം ദാറ്റ് ഈസ് സ്ലെയിൻ ഫോർ us. നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം കരയറ്റുക. വെളിപാട് പുസ്തകത്തിൽ 24 മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ മുൻപാകെ നിലത്തിട്ടുകൊണ്ട് അവർ ആർക്കുന്ന ശബ്ദമാണ്, വാക്യമാണ് നമ്മളിവിടെ കേട്ടത്. അങ്ങനെയാണെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യൻ ആരാ? ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അറുക്കപ്പെട്ട പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുന്ന അനുഭവത്തെ കുറിച്ച് പറയുന്നെങ്കിൽ അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം ഇന്ന് കർത്താവിനെ ആരാധിക്കുന്നത്. ഈ ദൂതന്മാരെ ആരാധിക്കാനേ അവർക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന എന്തേ ഉള്ളൂ? എന്റെ കൂടെ വരണം. നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നു, സർവ്വാഭ കെരൂബുകളിൽ നിന്നുകൊണ്ട് സൈനികരുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർക്കുന്നു. സർവ്വഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും. അവർക്ക് അത്രേ അറിയത്തുള്ളൂ ദൂതന്മാർക്ക്. പക്ഷെ എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കാനുള്ളത് എന്താ? നമ്മെ വീണ്ടെടുത്തവൻ, നമ്മുടെ പ്രാണപ്രിയൻ, നമ്മളെ ചേർപ്പാൻ വേഗം വരുന്നവൻ, നമുക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം ഊറ്റിത്തന്ന് നമ്മളെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. ഇന്നും നമ്മളെ പരിപാലിക്കുന്നവൻ, നമ്മളെ ഉമിണുകളെയാതെ ഇന്ന് നിലനിർത്തിയിരിക്കുന്നവൻ. എത്ര കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനുണ്ട്. ഹല്ലേലൂയ. എണ്ണി പറഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ഹല്ലേലൂയ. കാരണം പുത്രന്റെ ക്രൂശ് മരണത്തോടുകൂടെ നമുക്കിതെല്ലാം അവകാശമാക്കി തീർന്ന നമ്മുടെ സ്വർഗീയ പിതാവിനെ നാം ആരാധിക്കുന്നത്.
യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൂരമേ നിന്നുകൊണ്ടാണ് ദൈവത്തെ ആരാധിച്ചത്, പ്രാകാരത്തിൽ നിന്നുകൊണ്ട്. എന്നാൽ കർത്താവിന്റെ ക്രൂശുമരണത്തോടുകൂടി അവന്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി രണ്ടായി ചിന്തി നമുക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നതെന്ന് ഏത് സമയത്തും അവനെ ആരാധിപ്പാൻ പാപികളും ദോഷികളുമായിരുന്നു എനിക്കും നിങ്ങൾക്കും അവൻ കൃപ ചെയ്തു. ഹല്ലേലൂയ. കൃപയാ കൃപയാ കൃപയാ. ആ കൃപയെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? ആ കൃപയെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ആ കൃപയെ ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റുമോ? പ്രിയമുള്ള, ഇതാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. വീണ്ടെടുപ്പിന്റെ സന്തോഷം, രക്ഷയുടെ സന്തോഷം, നിത്യജീവന്റെ ഉറപ്പ്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. യോഹന്നാൻ 9:38. അവനെ നമസ്കരിച്ചു. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹി വർഷിപ്ഡ് ഹിം. ആരാധിക്കുന്നത് ആരെയാ? ദൈവത്തെയാണ്. ദൈവം, കർത്താവായ യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ അവൻ ഉടനെ പറഞ്ഞേനെ എന്നെയല്ല ആരാധിക്കേണ്ടത്, ദൈവത്തിലാണ്. കാരണം ഒരു ദൂതൻ വന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പ്രത്യക്ഷനായി അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ അവന്റെ കാൽക്കൽ കമിഴ്ന്നു വീണപ്പോൾ അവൻ പറയാ എന്നെയല്ല ആരാധിക്കേണ്ടത്, ദൈവത്തെയാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൂതൻ മാത്രമാണ്. പക്ഷെ ഇവിടെ കർത്താവ് അവൻ യേശുവിനെ വീട് നമസ്കരിച്ചപ്പോൾ when he worshipped Jesus, he gladly accepted that worship. That means he is God himself. അവൻ ദൈവം തന്നെ ആയതുകൊണ്ടാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ്, അവൻ തന്റെ ജനത്തിന്റെ ആരാധനമേൽ വസിക്കുന്നവനായതുകൊണ്ടാണ് ആ പാവപ്പെട്ട മനുഷ്യൻ അവനെ ആരാധിച്ചപ്പോൾ കർത്താവ് സന്തോഷിച്ചത്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകാം. യോഹന്നാൻ 10:30. ഞാൻ നേരത്തെ അതൊന്ന് പറഞ്ഞതാ. ഞാനും പിതാവും ഒന്നാകുന്നു. I and the Father are one. ഞാനും പിതാവ് ഒന്നാകുന്നു. ഇത് പറയാൻ യേശുവിനോട് എങ്ങനെ ധൈര്യം വന്നു? കാരണം അവൻ ദൈവത്തോട് സമനായതുകൊണ്ടാണ്, ദൈവത്തിന്റെ ഓമന പുത്രനായതുകൊണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ചിലരൊക്കെ ഈ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കന്യമറിയാമില് പിതാവായ ദൈവത്തിന് കന്യമറിയാമിൽ ഉണ്ടായ മകനാണ് എന്നാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് അവർ വിശ്വസിക്കുന്നത്. കാരണം നമുക്കറിയാം പിതാവായ ദൈവത്തിന് കന്യമറിയാമിലുണ്ടായ മകനല്ല യേശു ക്രിസ്തു. ആദിയിലെ ഉണ്ടായിരുന്നവൻ വചനം ജഡമായി തീരാൻ മറിയയുടെ ഗർഭപാത്രം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അതിനപ്പുറത്ത് മറിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. മറിയ വിശുദ്ധിയായ ഒരു സ്ത്രീയായിരുന്നു, കന്യകയായിരുന്നു. പക്ഷേ അവൾക്ക് അതിൽ കവിഞ്ഞൊരു ഇമ്പോർട്ടൻസ് ഇല്ല. കർത്താവ് തെരഞ്ഞെടുത്തൊരു പാത്രം. സോ വി റെസ്പെക്ട് ഹർ. We still remember her commitment, her dedication, but never we are allowed to worship her. അവളെ ആരാധിപ്പാൻ, അവളോട് മധ്യസ്ഥത ചോദിക്കാൻ നമുക്ക് ഒരു വചന വ്യവസ്ഥയുമില്ല. മുമ്പോട്ട് പോകട്ടെ. 1-2 വാക്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാനായി ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം. മത്തായി 18:33. അതല്ലല്ലോ. മത്തായി 33. ആണോ? വർഷിപ്ഡ് ഹിം എന്നൊരു വാക്യമുണ്ട്. വന്നവനെ ആരാധിച്ചു. 18 തന്നെയല്ലേ? സോറി, അത് വിട്ടേ. മത്തായി 15:25 എടുത്തേ.
മത്തായി 15:25. ആ, അവനെ നമസ്കരിച്ചു. ഫുറോനക്കാരത്തി സ്ത്രീയാണ്, അന്യജാതിക്കാരത്തി സ്ത്രീയാണ്. അവളുടെ കുഞ്ഞിനെ സൗഖ്യമാക്കാനായിട്ട് കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് അവളെ പുറജാതിക്കാരി എന്നുള്ള നിലയ്ക്ക് അവളെ ആക്ഷേപിച്ച സമയത്ത് അവള് ചെയ്യുന്നത് കർത്താവിനെ എന്ത് ചെയ്തു? നമസ്കരിച്ചു, ആരാധിച്ചു. ഷീ വർഷിപ്ഡ് ഹിം. അവള് കർത്താവിനെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത അവളുടെ സാക്ഷ്യം കൂടെ കേട്ടപ്പോൾ ദൈവം അവൾക്ക് മകന് വിടുതൽ നൽകി. പ്രിയമുള്ളവരെ, നമുക്ക് വിടുതൽ ലഭിക്കാൻ ഏറ്റവും വലിയ സൂത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത്, നാം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ, നമ്മുടെ രോഗങ്ങൾക്ക് വിടുതൽ ലഭിക്കാൻ നാം കർത്താവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് ആരാധിക്കുമ്പോൾ കെട്ടുകൾ അഴിയും, ബന്ധനമഴിയും, അല്ലേ? ഒക്കെ നമ്മൾ പാടും, അല്ലേ? അതൊക്കെ ഈ ആശയത്തിൽ നിന്നാണ് വന്നത്. കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കാൻ, ആരാധനയ്ക്ക് യോഗ്യവൻ മാത്രം. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. മത്തായിയുടെ സുവിശേഷം 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. ഇത്രയും പേര് അവനെ ആരാധിച്ചിട്ടും യേശു അവരെ വിലക്കിയില്ല, മറിച്ച് ആ ആരാധന അവൻ കൈക്കൊണ്ടു. അതിന്റെ അർത്ഥം അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ഹല്ലേലൂയ. പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ അവനും ആരാധനയ്ക്ക് യോഗ്യനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഞായറാഴ്ചയിൽ നമുക്ക് കടന്നു വന്ന് അവനെ ആരാധിപ്പാൻ, തപ്പിനോടും നൃത്തത്തോടും കൂടി ആരാധിപ്പാൻ, കിന്നരത്തോടുകൂടി അവനെ ആരാധിപ്പാൻ, ഉച്ചനാളമുള്ള കൈത്താളങ്ങളോട് അവനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനി ഞാൻ നല്ല ഇടയൻ എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. നല്ല ഇടയൻ, ഗുഡ് ഷെപ്പേർഡ്. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. A shepherd that calls his sheep by name. പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എടുത്ത്. യെശയ്യാവ് 43:1. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. മതി മതി മതി. നമ്മുടെ ദൈവം നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. ആണോ? എത്രയോ സന്ദർഭങ്ങളിൽ, ജീവിതത്തിന്റെ എത്രയോ ഞെരുക്കങ്ങളുടെ സന്ദർഭങ്ങളിൽ, വേദനയുടെ സന്ദർഭങ്ങളിൽ, ആരും നമ്മളെ ആശ്വസിപ്പിക്കാൻ ഇല്ലാതിരുന്ന സന്ദർഭങ്ങളിൽ കടന്നു വന്ന് നമ്മുടെ ഓമനെ പേർ ചൊല്ലി വിളിച്ച് എത്രയോ സന്ദർഭങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിച്ചവരാ നമ്മുടെ നല്ല ഇടയൻ. ഹല്ലേലൂയ. തന്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം. ഞാൻ വാസ്തവത്തിൽ ഈ വിഭാഗം ചിന്തിക്കുമൊക്കെ അന്തം വിട്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ലോകത്തിൽ ഇത്രയും കോടി ജനങ്ങൾ ഉണ്ടായിട്ടും ഞാൻ കർത്താവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കഴിയുമ്പോൾ, ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതി കഴിയുമ്പോൾ, അവൻ എന്നെ അറിയുന്ന ദൈവവും എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. He calls by name. അല്ലേ? ഞാൻ 33 വർഷം അധ്യാപകനായിരുന്നു. എനിക്ക് ഈ പഠിപ്പിച്ചിരുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ഒന്നും പേര് പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഈ ചില ടീച്ചേഴ്സൊക്കെ
കുഞ്ഞുങ്ങളുടെയൊക്കെ പേര് നല്ല മണിമണി പോലെ പറയും. പക്ഷേ എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ ചിലര് നല്ല പരിചയമുള്ളവരുടെ തന്നെ പേരുകൾ എനിക്ക് ഓർക്കാൻ വലിയ പ്രയാസമാണ്. അപ്പം ഞാൻ ഒരു വ്യക്തിക്ക് ഞാനുമായിട്ട് ഇടപെടുന്ന ഒരാളിൻ്റെ പേര് ഓർക്കാൻ എനിക്ക് പ്രയാസം. എന്നാൽ ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചത്, നക്ഷത്ര ഗോളങ്ങളെ മെനഞ്ഞവൻ, മുഴുവൻ കൃമയുമായ എന്നെ നോക്കി പേർ ചൊല്ലി വിളിക്കുന്നെങ്കിൽ അവന്റെ സ്നേഹം എത്ര വലുതാ, അവന്റെ കരുതൽ എത്ര വലുതാ, അവന്റെ വിശ്വസ്തത എത്ര വലുതാ. ഹല്ലേലൂയ. പേർ ചൊല്ലി വിളിക്കുന്ന ഒരു നല്ല ഇടയൻ. മുമ്പോട്ട് പോകട്ടെ. യോഹന്നാൻ 10:4. തനിക്കുള്ളതൊക്കെ പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കും. He goes before them. ആടുകളെ വിളിച്ചിറക്കി പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് കർത്താവ് അവരോട് പറയല്ല, അല്ല ഈ ഇടയൻ അവരോട് പറയല്ല, നിങ്ങൾ ഈ ആടുകളെല്ലാം പോയി തിന്നോ. ഒരു വടിയെടുത്ത് എല്ലാത്തിനെയും ഓടിച്ച് തെക്ക് വടക്കാൻ വിടുകയല്ല ചെയ്യുന്നത്. ഇടയൻ എന്ത് ചെയ്യും? അതിന് മുൻപായി നടക്കും. മുൻപായി നടക്കുമെന്ന് പറഞ്ഞാൽ ഒത്തിരി അർത്ഥമുണ്ട്. മുൻപായി ഇടയൻ മുൻപേ പോകുമ്പോൾ ആടുകൾക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. ഏതെങ്കിലും ശത്രു ആടുകൾക്ക് നേരെ വന്നാൽ ആ വരുന്ന ശത്രുവിനെ ആര് നോക്കിക്കോളും? ഇടയൻ നോക്കിക്കോളും. ഇടയന്റെ ഉത്തരവാദിത്തം അത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം. കർത്താവ് ഇത് പറഞ്ഞപ്പോൾ അവനവരെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്ന അവയ്ക്ക് മുമ്പായി അവൻ നടക്കുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്നെ വിളിച്ചിറക്കി വെച്ചു വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല. നീ പോകുന്ന പാതകളിലെല്ലാം നിന്നോട് ചേർന്ന് നടന്ന് നിന്റെ കരം പിടിച്ച് നടത്തി നിനക്കെതിരെ വരുന്ന എല്ലാ പോരുകളെയും ശത്രുവിന്റെ നമ്പറുകളെയും തകർത്ത് നിന്നെ അക്കരെ നാട്ടിൽ എത്തിക്കാൻ വിശ്വസ്തനായ ഒരു നല്ല ഇടയനാ. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനായ നല്ല ഇടയൻ, മുൻപേ നടക്കുന്നവൻ, പേർ ചൊല്ലി വിളിക്കുന്നവൻ. മുമ്പോട്ട് പോട്ടെ. മൂന്നാമതായിട്ട് യോഹന്നാൻ 10:4. തനിക്കുള്ളതൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കും. ആടുകൾ അവരുടെ ശബ്ദം അറിഞ്ഞവനെ അനുഗമിക്കും. ഇതാരുടെ ഉത്തരവാദിത്വമാണ്? ആടുകളുടെ ഉത്തരവാദിത്വമാണ്. ആ ഇടയന്റെ ശബ്ദം കേട്ട് ഇടയനെ പിൻപറ്റുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ. നമ്മളെ കർത്താവിന്റെ ശബ്ദം കേട്ട് അവനോട് ചേർന്ന് നടക്കുന്നവരാണോ? ഒന്ന് ചിന്തിച്ചേ. വേദപുസ്തകത്തിൽ ഒരാൾ അകലം വിട്ട് കർത്താവിനെ പിൻപറ്റി. ആരായിരുന്നു? പത്രോസ് അകലം വിട്ട് കർത്താവിനെ പിൻപറ്റിയതുകൊണ്ട് എന്ത് പറ്റി? ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ചെന്ന് ഇരുന്നു. ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ചെന്ന് ഇരുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? കർത്താവിനെ, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് ഒരു സാധാരണ ബാല്യക്കാരിയുടെ മുമ്പിൽ യേശുവിനെ തള്ളി പറഞ്ഞു. അത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. പ്രിയമുള്ളവരെ, ഓർത്തോണേ, നമ്മൾ കർത്താവിനോട് ചേർന്നാണോ നടക്കുന്നത്? ഞായറാഴ്ച വരുമ്പോൾ നമുക്ക് ആരാധനയുണ്ട്, സ്തോത്രമുണ്ട്, ഹല്ലേലൂയുണ്ട്. പക്ഷെ ബാക്കി 6 ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ വഴിയിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മുടെ ഇഷ്ടപ്രകാരമാണോ നടക്കുന്നത്? കർത്താവിന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്ന എങ്ങനെ? ഓരോ സമയത്തും കർത്താവ് നമ്മളോട് ചെവി വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അവൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം തന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വചനം തന്നെ ദൈവം നമ്മളോട് ഇടപെടുന്നതാ. ദൈവത്തിന്റെ വചനത്തിന് ജീവനും ചൈതന്യവും ഉള്ളതാ. അത് നമ്മളോട് സംസാരിക്കുന്ന വചനമാ. ആണോ? വചനം നമ്മളോട് സംസാരിക്കുമോ? വചനം സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളത് എത്ര പേരുണ്ട്? എത്രയോ പ്രാവശ്യമാണ് വചനത്തിൽ കൂടെ ദൈവം നമ്മളോട്, അല്ലെ, ചില വാക്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ജമ്പ് ചെയ്ത് വരുന്ന പോലെ വരും.
അല്ലേ? നമുക്ക് ആവശ്യ സന്ദർഭങ്ങളിൽ വാക്യം നമ്മുടെ മുമ്പിലേക്ക് ജമ്പ് ചെയ്തുകൊണ്ട് വരും. പക്ഷെ അങ്ങനെ നമ്മുടെ മുമ്പിൽ വരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മെമ്മറി ചിപ്പിനകത്ത് ഇത് ഇടണം. നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് നല്ല സാഹചര്യമുള്ളപ്പോൾ വചനം പഠിക്കണം, വചനം നിർദ്ദിഷ്ടമാക്കണം, വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ വചനം കിടന്ന് തപ്പണ്ട. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ കർത്താവ് എനിക്കുള്ള വാഗ്ദത്തം തന്നെന്ന് പറഞ്ഞു കിടന്ന് മറിച്ച് വിഷമിക്കണ്ട. കർത്താവ് ആ വചനം നിന്റെ മുമ്പിലേക്ക് ഇട്ടു തരും. എത്രയോ സന്ദർഭങ്ങൾ അനുഭവങ്ങൾ പറയാനുണ്ടെന്നറിയാമോ? ആരും ആശ്വസിപ്പിക്കാനില്ലാതിരിക്കുമ്പോൾ, ആരും കടന്നു വന്ന് ധൈര്യപ്പെടുത്താനില്ലാതിരിക്കുമ്പോൾ, ആരും ഒരു വാക്ക് പോലും ഒരു ആശ്വാസത്തിന്റെ വചനം പറഞ്ഞു തരാതിരിക്കുമ്പോൾ, എല്ലാവരും കുറ്റം പറയുമ്പോഴും അവന്റെ വചനത്തിൽ കൂടെ അവൻ നമ്മളോട് സംസാരിക്കും. വചനം നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും. ഈ കർത്താവിന്റെ ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് നോട്ട് ഹാർഷ് വേർഡ്സ്. ക്രൂരമായ വാക്കുകളല്ല, നമ്മളെ കുറ്റം പറയുന്ന വാക്കുകളല്ല. പത്രോസ് വെള്ളത്തിൽ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. കർത്താവ് വന്നോടാ. അവൻ ഇറങ്ങി താഴ്ന്നു. നമ്മളറിഞ്ഞ് എന്താ പറഞ്ഞാൽ ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലയോടാ, അതല്ലയോടാ, ഇതില്ലയോടാ, വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ. പക്ഷെ കർത്താവ് അങ്ങനെയല്ല ചെയ്തേ. കർത്താവ് അവനെ കൈക്ക് പിടിച്ച് പടയിലേക്ക് കയറ്റി. ഹല്ലേലൂയ! ഇതാ ദൈവത്തിന്റെ സ്നേഹം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ശബ്ദമല്ല, അത് പിശാചിന്റെ ശബ്ദമാണ്. പിശാചി നിന്റെ ജീവിതത്തിലെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അവൻ വളരെ സ്നേഹത്തോടെ സൗമ്യതയോടെ he speaks in a very gentle voice. ശാന്തമായിട്ടാണ് ദൈവം സംസാരിക്കും. മനുഷ്യൻ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് സംസാരിക്കും. പക്ഷെ അവൻ നമ്മളെ കുറ്റമുള്ളപ്പോഴും തിരുത്താൻ സംസാരിക്കുമ്പോഴും അവന്റെ ശബ്ദം വളരെ സോഫ്റ്റ് ആയിരിക്കും. മകനെ, മകളെ എന്നുള്ള ഒരു ശബ്ദം. ഹല്ലേലൂയ! ഞാൻ മുമ്പോട്ട് പോകട്ടെ. നാലാമത്തെ യോഹന്നാൻ 10:9. ഞാൻ വാതിലാകുന്നു, ഞാൻ തന്നെ വാതിൽ. ഐ ആം ദ ഡോർ. കർത്താവ് വേറൊരു വലിയ പ്രസ്താവന ചെയ്തു. ഐ ആം ദ വേ അല്ല, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സ്റ്റേറ്റ്മെന്റ്. കർത്താവ് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഐ ആം ദ ഡോർ, ദ വേ ആൻഡ് ദ ട്രൂത്ത്. ഈ വാക്യമാണ് പോൾ സുധാകരൻ എന്ന് പറയുന്ന വലിയ മനുഷ്യനെ, ഡോക്ടർ രാധാകൃഷ്ണന്റെ സ്റ്റുഡന്റ് ആയിരുന്ന വലിയ തത്വജ്ഞാനിയെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നത്. ഈ വചനം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ്. അവൻ നോക്കിയപ്പോൾ ഉപനിഷത്തുകളിലോ മറ്റൊരിടത്തും ആരും ക്ലെയിം ചെയ്യുന്നില്ല ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എന്നാൽ നസ്രായൻ ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയാ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഹല്ലേലൂയ! കർത്താവ് പറയാണ്, ആടുകളുടെ വാതിലിൽ ഞാനാകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ ഒരേ ഒരു വാതിലേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. ക്രിസ്തു മതമല്ല, ക്രിസ്തു the person is important. He is not a religion. അവനൊരു മതം സ്ഥാപിക്കാൻ വന്നതല്ല. ക്രിസ്തു മതമല്ല, ക്രിസ്തു മാർഗമാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. അടുത്തത് യോഹന്നാൻ 10:9. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഹി വിൽ ഫൈൻഡ് പാസ്റ്റേഴ്സ്. മേച്ചൽ കണ്ടെത്തും. 21 സങ്കീർത്തനം 2 വാക്യം എന്തുവാ? പച്ചയായ ഉൾപ്പുറങ്ങളിൽ അവൻ എന്നെ
കിടത്തുന്നു. അല്ലേ? 21 സങ്കീർത്തനം ഇതിലൂടെ ചേർത്ത് പഠിച്ചാൽ വളരെ നല്ലതാണ്. വളരെ സാമ്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സാമ്യമുണ്ട്. അതുകൊണ്ട് പറയാം, നമ്മളെ പച്ചയായ പുൽപ്പറങ്ങളിൽ കിടത്തുന്ന ദൈവമാണ്. ഈ കിടത്തുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ആടുകൾ സാധാരണ എപ്പോഴാ കിടക്കുന്നേ? അതിന് അയവിറക്കുന്ന എപ്പോഴാ? ഒരു ഭാഗം വിട്ടുപോയി. അത് തന്നെ ടീച്ചറമ്മയെക്കാട്ടിലും അനിയത്തിയാണ്. ഈ ആട് വയറ് നിറയുന്നിടം വരെ എന്ത് ചെയ്യും? അവിടെയും കടിച്ച് ഇവിടെയും കടിച്ച് അതും നിന്ന് ഇതും നിന്ന് ഇതിങ്ങനെ നടന്ന് നിന്നോണ്ടിരിക്കും. എന്നാൽ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ജോലി എന്തുവാ? എവിടെയും സ്വസ്ഥമായിട്ട് കിടന്ന് അയവിറക്കും. അപ്പോ പച്ചയായ പുൽപ്പറങ്ങളിൽ കിടത്തുന്നെന്ന് പറഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്നിട്ട് അവൻ നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ അവൻ ഒരു നന്മയും മുടക്കത്തില്ല, ഒരു നന്മയ്ക്കും കുറവില്ല. പ്രിയമുള്ളവരെ, പച്ചയായ പുൽപ്പറങ്ങൾ ഈ കർത്താവിനെ വിട്ട് നമ്മളെവിടെ പോകും? ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവിനെ വിട്ട് എവിടെ പോയാലാ നിങ്ങൾക്ക് ഇങ്ങനൊരു നല്ല ഇടയനെ കിട്ടുക? പച്ചയായ പുൽപ്പറങ്ങളിൽ നിന്നെ കിടത്താമെന്ന് വാക്ക് പറയുന്നവൻ മാത്രമല്ല, എത്രയോ പേരുടെ സാക്ഷ്യമാണ്. ദൈവം പച്ചയായ പുൽപ്പറങ്ങളിൽ കിടത്തുന്ന അനുഭവങ്ങൾ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഈ അവിടെ ഇവിടെ നിന്ന് ഓടണ്ട. തന്റെ ആടിന് വേണ്ടിയത് എന്തുവാണെന്ന് ആർക്കറിയാം? ഇടയനറിയാം എവിടേക്കാ കൊണ്ടുപോകേണ്ടത്, എവിടെയാ പുൽപ്പുറമുള്ളത്, എവിടെയാ ആടുകളെ തീറ്റേണ്ടത്, ആടുകൾക്ക് എവിടാ ഭക്ഷണമുള്ളത്. ഇതൊക്കെ അന്വേഷിക്കേണ്ട ചുമതല ആരുടെയാ? ഇടയന്റെ. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന, പിന്നെ ഞങ്ങൾ നാളെ മുതൽ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ, വീട്ടിലിരുന്നാൽ മതിയല്ലോ അല്ലേ? അല്ല, അതല്ല എൻ്റെ അർത്ഥം. വിചാരപ്പെടരുത്. കർത്താവ് പറഞ്ഞു, നാളത്തെ കുറിച്ച് വിചാരപ്പെടരുത്. നമ്മൾ എന്തുമാത്രം കാര്യങ്ങളെ കുറിച്ചാണ് വിചാരപ്പെടുന്നത് അല്ലേ? അയ്യോ നാളെ എങ്ങനാകും, അയ്യോ ഇതെന്താകും, അതെന്താകും അല്ലേ? എന്തോ ഒരു ചിന്തയാണ് അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആകുലപ്പെടുന്നവരാ അല്ലേ? സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ആരാഴ്ച കഴിഞ്ഞ് മോള് സാക്ഷി പറഞ്ഞു, ഞാൻ വിചാരിച്ചു അയ്യോടാ നമുക്ക് നല്ലൊരു വർഷിപ്പ് ലീഡറാണ്, ഞാൻ കൊച്ചങ്ങ് പോയാൽ പിന്നെ പുറകെ ജോബി അങ്ങ് പോകും. നമ്മളെന്തോ ചെയ്യും അല്ലേ? വാസ്തു നേരത്തെ നമുക്ക് അവരെ പിടിച്ചു നിർത്താൻ പറ്റുമോ? പറ്റത്തില്ല. അവർക്ക് പോണം. അപ്പൊ ദൈവം വേറൊരാളെ ഒരുക്കും അല്ലെ? 3 കുഞ്ഞുങ്ങളെ ദൈവം ട്രെയിൻ ചെയ്തെടുക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ആകുലപ്പെടുന്നവരാ, ചിന്താകുലപ്പെടുന്നവരാ, ഭാരപ്പെടുന്നവരാ. നമ്മുടെ കാര്യം, മക്കളുടെ കാര്യം, ഈ മക്കളുടെ കാര്യം എല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെന്തോ അടുത്ത ചിന്ത മക്കൾക്കുണ്ടായ കൊച്ചുങ്ങൾ അല്ലേ? ഇപ്പൊ എല്ലാ വല്യപ്പച്ചന്മാരുടെയും വല്യമ്മച്ചിമാരുടെയും പ്രധാന ജോലി എന്തുവാ? കൊച്ചുമക്കളെ വളർത്തല്ലേ? ഇല്ലയോ? കൊച്ചുമക്കളെ വളർത്തല്. അപ്പൊ മക്കളെ എവിടെ താമസിക്കുന്നു അവിടെ ഇപ്പം വല്യപ്പനും വല്യമ്മ അങ്ങോട്ട് കെട്ടിപ്പിറക്കി എടുക്കുക. കാരണം കൊച്ചുമക്കളെ നോക്കണം ആരുമില്ല, കളയാൻ പറ്റുമോ അല്ലേ? അപ്പൊ നമുക്ക് എന്തെല്ലാം ഭാരങ്ങളും ചിന്താകുലങ്ങളും അല്ലേ? പ്രിയമുള്ളവർ, അതുകൊണ്ടാവാം കർത്താവ് പറയുന്നത്, നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ വളർത്താം. നമുക്ക് വേണ്ടി പച്ചയായ പുൽപ്പറങ്ങൾ കണ്ടെത്തി ആ പച്ചയായ പുൽപ്പറങ്ങളിൽ നമ്മളെ കടത്തുന്ന ഒരു നല്ല ഇടയൻ. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. 6-ാമതായിട്ട് യോഹന്നാൻ 10:10. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്ര, that they might have life and they might have it more abundantly. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ. അപ്പൊ എന്തുണ്ട്? 2 ജീവനുണ്ടല്ലേ? ജീവനുമുണ്ട്
സമൃദ്ധിയായ ജീവനുണ്ട് അല്ലേ. അനേകരും ഇന്ന് എന്ത് ചെയ്യുക? ജീവിക്കുക അല്ലേ. ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ പേടിയാണ് അല്ലേ. പക്ഷെ എന്നിട്ട് എത്രയോ ആത്മഹത്യയാണ് നമ്മൾ കാണുന്നത് അല്ലേ. പക്ഷേ കർത്താവ് പറയുന്ന ജീവൻ ഈ ജീവനല്ല. നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവൻ നമ്മളിലേക്ക് പ്രവേശിക്കുക. പക്ഷെ ആ ജീവനിൽ നമ്മൾ വളരുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആത്മനദിയിൽ നമ്മൾ ഒഴുകുമ്പോൾ സമൃദ്ധിയായ ജീവൻ നമ്മൾ അനുഭവിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. എന്തു വില കൊടുത്തും ഈ അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം അത്യാവശ്യമാണ്. ചിലരൊക്കെ പറയും, ഞാൻ എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു പാലക്കാട്ട്, ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. ഒരുപാട് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന വളരെ സിൻസിയറായിട്ടുള്ള മനുഷ്യർ, വളരെ സാക്ഷ്യമുള്ളൊരു മനുഷ്യർ. അത് എന്നോട് ആദ്യമൊക്കെ ഇതിനോട് വലിയ താല്പര്യം, പിന്നെ പറഞ്ഞു എന്നെ ടി വി എന്നാ ടി വി ചാനലിനാണ് വിളിക്കുന്നത്. ടി വി ചാനൽ ഞാൻ കുറേ ബുക്സൊക്കെ നല്ല ഒരുപാട് ബുക്ക് വായിക്കുന്ന കൂട്ടത്തിലാണ്. വായിച്ചപ്പോൾ ആ ഓതേഴ്സൊക്കെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞു. അപ്പം എനിക്കും പ്രാപിക്കണമെന്നുണ്ട്. അപ്പം കുറെ നാൾ കാത്തിരുന്നു, കിട്ടിയില്ല. പക്ഷെ അതേ പോകുന്ന മർത്തമാൻ കൂട്ടായില്ല. മർത്തമാൻ കൂട്ടായി ചെന്നിരുന്ന് ദൈവമേ നീ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അഭിഷേകം കിട്ടുമോ? അന്യഭാഷയിൽ ആരാധിക്കാൻ പറ്റുമോ? ആത്മാവിനെ ആരാധിക്കാൻ പറ്റുമോ? അതിനാ പ്രിയമുള്ളവർ ഈ കൂട്ടായ്മ, വേർപെട്ട ആരാധന എന്ന് പറയുന്ന അതിനാ. നീ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് പഴയ പാരമ്പര്യത്തിലോട്ട് പോകരുത്. ആർക്കും അങ്ങനെ അബദ്ധം പറ്റരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ വേർപെട്ട് ആരാധിക്കണം. കാരണം അവിടെ നീ വേർപെട്ട് ആരാധിക്കുമ്പോഴാണ് നിനക്ക് ആത്മാവിൽ ആരാധിച്ചു മുന്നേറാൻ പറ്റുന്നത്. പാരമ്പര്യത്തിന് കെട്ടുവിടണം. വലിയ പാടാ വിടാൻ. ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കും, വിചാരിക്കും ദൈവമേ, മർത്തോമാ സഭയിലുണ്ടായിരുന്ന സ്ഥാനവും മാനവും, നല്ല ഒരു പ്രസംഗിച്ച് കഴിയുമ്പോൾ നല്ല തടിച്ച കവറും, ഇതെല്ലാം വിട്ടേച്ച് ഇറങ്ങാൻ പറ്റുന്ന ഒരു കൃപയാ. ഇവർക്കൊന്നുമല്ല, കൃപയ മാത്രമാണ്, ദൈവകൃപ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആത്മാവിൽ ആരാധിച്ച് മുന്നേറാൻ പറ്റുന്നു. സമൃദ്ധിയായ ജീവൻ ആസ്വദിക്കാൻ പറ്റുന്നു. ഇന്ന് രാവിലെ നമുക്ക് എന്ത് മനോഹരമായ ആരാധനയാണ് ദൈവം തന്നത്. സകലവും മറന്ന് ദൈവത്തെ ആരാധിക്കാൻ, സമൃദ്ധിയായ ജീവൻ അനുഭവിക്കാൻ. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നമ്മിൽ നിന്ന് ജീവൻ ഒഴുകുന്ന അനുഭവത്തിലേക്ക് കയറി വരണം പ്രിയമുള്ളത്. എന്നും നമ്മളിങ്ങനെ ചതഞ്ഞെന്നും പറഞ്ഞ് വന്നു, ഞായറാഴ്ച ആരാധിച്ചു, 2 കൈയടിച്ചു, സ്തോത്രകാഴ്ച ഇട്ടു, ഹല്ലേലൂയ പറഞ്ഞു, സ്തോത്രവും പറഞ്ഞങ്ങ് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മൾ ആത്മാവിൽ ആരാധിച്ചു മുന്നേറും. ഞാൻ നിങ്ങളതിനോട് ക്ഷമിക്കണേ, ആർക്കും മുറിവെക്കല്ലേ. നമ്മൾ എന്തിനാ ഈ പാരമ്പര്യം എല്ലാം വിട്ടേച്ച് ഇങ്ങോട്ട് വന്നേ? പിന്നെ അവിടെ ചെന്ന് കുറിയലായുസോനും ചൊല്ലി ഒന്നുമില്ല, നല്ല സുന്ദരമായ ചത്ത് കഴിയുമ്പോൾ നല്ല മാർബിൾ പാകിയ കല്ലറയ്ക്കകത്ത് അടക്കായിരുന്നു അല്ലേ. ഇൻ ലവിങ് മെമ്മറി ഓഫ് സോ ആൻഡ് സോ ഹൂ ഫോട്ട് എ ഗുഡ് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച്. ഈ പലർക്കും ഈ വേർപെടാനുള്ള പ്രയാസം എന്തെന്നറിയാമോ? കല്ലറയുണ്ടോന്നാണ്. അവിടെ കല്ലറയുണ്ടോന്നാണ് എല്ലാവർക്കും അറിയുന്നത്. കല്ലറ ചത്ത് കഴിഞ്ഞാൽ, ഞങ്ങളുടെ CSI ഒരു അച്ഛൻ സ്നാനപ്പെട്ട് വേർപെട്ട് കഴിഞ്ഞപ്പോൾ അതേ അച്ഛനോട് എന്നെ മോനി നാളിൽ വിട്ടു, മോനി ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഇത് ബാക്കിയുള്ള പിന്നെ ഈ അപ്പി എവിടെ പോയാലും എന്തോ, ഇതെവിടെ കൊണ്ടിട്ടാലും എന്തോ. ഞാൻ സത്യത്തിൽ പിള്ളേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നെ മരിച്ചാലും നിങ്ങൾ ഈ വേട്ടി വലിച്ചുകൊണ്ട് ഈ ഒന്നും പോകുന്നു വേണ്ട. ഇവിടെ ഈ കാക്കനാടത്തെ ശ്മശാനത്തിൽ പാസ്റ്ററെ വിളിക്കണം. കാരണം ദൈവദാസം വേണം അടക്കാൻ. പാസ്റ്റർ ഒന്ന് അടക്കുമെങ്കിൽ അവിടെ അടയ്ക്കാൻ എനിക്ക് വലിയ സന്തോഷം. ഈ രസകരമായ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഡെന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഡോക്ടർ സോ ആൻഡ് സോ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകള് വന്നിട്ട് ആ ബോർഡ് എടുത്ത് നേരെ തിരിച്ചു വെച്ചിട്ട് അവിടെ ഡോക്ടർ അപ്സ്റ്റേഴ്സ്
upstairs. Doctor not here, he is in upstairs. അർത്ഥം കിട്ടിയോ? കിട്ടിയോ? മരിച്ചിപ്പോ എവിടാന്ന്? ഉയരങ്ങളിൽ കർത്താവിനോട് കൂടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ഉണ്ണികൃഷ്ണൻ പാസ്റ്ററിന്റെ ഫ്യൂണറൽ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. സോഷ്യൽ മീഡിയ വളരെ ചെറുപ്പക്കാരനാണ് പയ്യൻ. 5 വർഷമായിട്ടുള്ള രക്ഷിക്കപ്പെട്ട നായർ സമുദായത്തിൽ നിന്ന് വലിയ വില കൊടുത്ത് വന്ന മനുഷ്യൻ. ഭാര്യയും കുഞ്ഞും വന്നില്ല. ഒറ്റയ്ക്ക് ഒരു രോഗിയായ അമ്മയോട് ഒരുമിച്ച് താമസിച്ചിരുന്നൊരു മനുഷ്യൻ. തൻ്റെ 5 വർഷമേ കർത്താവിനെ സേവിക്കാൻ അവസരം കിട്ടും. 47-ാമത്തെ വയസ്സിൽ ബൈക്ക് ആക്സിഡന്റിൽ ബൈക്കിൽ യാത്ര ഒരു എന്തോ പോയിട്ട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ബൈക്കിൽ വരുമ്പോൾ ഒരു പുതിയ കാറ് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ച് ഒരു മാലയൊക്കെ ഇട്ട് അവർ ഓവർടേക്ക് ചെയ്ത് വന്ന് ഹെഡ് കൊളീഷനായി ആ മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമാണ്. ഇത് ഞാൻ ഈ പറഞ്ഞിതിനാന്ന് ചോദിച്ചാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. എല്ലാവരെയും കുഞ്ഞാടിന്റെ രക്തത്തിൽ എല്ലാ ദിവസവും പൊതിഞ്ഞ് മുദ്രയിട്ട് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ ഭർത്താവിനെ, ഭാര്യ, മക്കള്, കൊച്ചുമക്കള്, നിങ്ങളുടെ സഭയിൽ വരുന്നവരെ, സഭയിൽ നേതൃത്വം നൽകുന്ന പാസ്റ്റർമാർ, ദൈവദാസന്മാർ, ഇവരെയൊക്കെ കുഞ്ഞാടിന്റെ രക്തത്തിൽ പൊതിഞ്ഞ് പ്രാർത്ഥിക്കണം. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ ശക്തമായ ആഹ്വാനം ഞാൻ കേട്ടു. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അനേക കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടിരുന്ന ദാസന്മാർ ആക്സിഡന്റിൽ മരിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ എന്തുമാത്രം കെയർഫുള്ളായിരിക്കണം. കുഞ്ഞാടിന്റെ രക്തത്തിൽ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ, പ്രിയമുള്ളവരെ, വാഹനമുള്ളവരോട് ഞാൻ പറയട്ടെ, ഓരോ പ്രാവശ്യം വാഹനം എടുക്കുമ്പോഴും സ്കൂട്ടറാണെങ്കിലും സൈക്കിളാണെങ്കിലും കാറാണെങ്കിലും കുഞ്ഞാടിന്റെ രക്തത്തിൽ പൊതിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം വണ്ടി എടുക്കാം. ശത്രു നമ്മുടെ പിന്നാലെയുണ്ട്. എവിടെ നമ്മളെ തകർക്കണമെന്ന് അവൻ നോക്കി നടക്കുന്നവനാണ്. We have to be very, very careful. കർത്താവിന്റെ സംരക്ഷണം നമുക്കുണ്ട്. പക്ഷേ പിശാച് ചിലപ്പോഴൊക്കെ നുഴഞ്ഞു കയറി എന്ന് വരാം. എങ്ങനെയാണെന്നറിയാമോ നുഴഞ്ഞു കയറി? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ മതി. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ച വന്നാൽ പിശാച് അതിൽ കൂടെ നുഴഞ്ഞു കയറി അവൻ ചെയ്യാവുന്ന ദോഷം മുഴുവൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ വിശുദ്ധിയിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണമെന്ന് പറയും. ഓരോ ദിവസവും കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയെ തികച്ചു വേണം മുമ്പോട്ട് പോകാൻ. ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ മറ്റേ ആളിനേക്കാൾ നല്ലവനാ, മറ്റവളേക്കാൾ നല്ലതാ, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഒരാൾ ഇതിനകത്തിരിപ്പുണ്ടോ? ഞാനല്ല. ഞാൻ 100% പെർഫെക്റ്റ് ആണില്ല. കൃപയാൽ മാത്രം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതെപ്പോഴും നമ്മൾ ഓർക്കണം. അഹങ്കരിച്ചു പോകരുത്, നിഗളിച്ചു പോകരുത്, സ്വയനീതീകരണം വരരുത്, ഞാനെല്ലാം തികഞ്ഞെന്നുള്ള ചിന്ത വരരുത്, മറ്റുള്ളവരുടെ നേർക്ക് വിരൽ ചൂണ്ടരുത്. ഞാനത് വീണ്ടും ആവർത്തിക്കുക. എനിക്കറിയത്തില്ല എന്തിനാ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊന്നും പറയാമെന്ന് ഉദ്ദേശിച്ച കാര്യമല്ല. ആരുടെ നേർക്ക് നമ്മൾ വിരൽ ചൂണ്ടരുത്. അബദ്ധം പറ്റിപ്പോയാൽ നമ്മൾ ക്ഷമ ചോദിക്കണം. ഒരു ദൈവദാസന്റെ നേർക്കും വിരൽ ചൂണ്ടരുത്. കുറവുകളുണ്ടെങ്കിൽ അവർ ദൈവമായിട്ട് തീർക്കട്ടെ. ആരെയും വിധിക്കാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നീതീകരിക്കുന്നവൻ ദൈവം, അല്ലെ? ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും? ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം ഒന്ന് വിടുകയാണ്. 10:11 നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിൽ പാപികൾക്ക് വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. ഒരുപാട് പേര് വന്ന് ഇവിടെ ഒരുപാട് മതങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, തത്വസംഹിതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആരും ഞാൻ എൻ്റെ ജീവൻ
നിങ്ങൾക്ക് വേണ്ടി നൽകുന്നെന്ന് പറഞ്ഞുകൊണ്ട് അകർച്ചയാഗമായി തീർന്ന മറ്റാരുമില്ല, കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട് അവൻ മാത്രമാണ്. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട് സകല മാനത്തിനും മഹത്വത്തിനും സ്തോത്രത്തിനും ബഹുമാനത്തിനും എല്ലാം യോഗ്യനെന്ന് ആർക്കുന്നതിന് കാരണം എന്താ? അവൻ മാത്രമാണ് നമുക്ക് വേണ്ടി കാൽവറിയിൽ അറക്കപ്പെട്ടത്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകട്ടെ. 8-ാമതായിട്ട് 10:12 നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ക്രിസ്തുവിനല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കൊണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് കൂലിക്ക് കൊണ്ടുപോകുന്ന ഇടയന് അവന് ഉത്തരവാദിത്വമില്ല. അവന് ചെന്നായോ കരടിയോ ആടുകൾക്ക് നേരെ വന്നാൽ അവൻ ഇട്ടേച്ച് ഓടിക്കളയും. എന്നാൽ ഈ നല്ല ഇടയൻ തൻ്റെ ആടുകളെ സംരക്ഷിക്കുന്ന ദൈവമാണ്, സംരക്ഷിക്കുന്ന നല്ല ഇടയനാണ്. ഹല്ലേലൂയ. അടുത്ത 8-ാമത്തെ 10:14 ഞാൻ നല്ലയിടയൻ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അപ്പോ നമ്മളെ ആർക്കറിയാം? ദൈവത്തിനെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മളെ യേശുവിനറിയാം, ദൈവത്തിനറിയാം. കാരണം അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളാണ് നമ്മൾ, അല്ലേ? ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നാം നമ്മെ തെരഞ്ഞെടുത്തതാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതാണ്. നമ്മൾ സാധാരണ ആൾക്കാരാണില്ല. നമുക്കതുകൊണ്ട് ദൈവം ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകരുത്, ഒരു അപകർഷതാബോധം. ഞാൻ ഏതുമില്ല, അയ്യോ മൊത്തം അങ്ങനെ ഇങ്ങനെയാണെന്നൊരു ചിന്ത വരരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളും അവകാശികളുമാണ്. ദൈവം നമ്മളെ വിലയേറിയവരും മാന്യരുമായി എണ്ണിയതാണ്. ദൈവം നമ്മളെ വിലയേറിയതും മാന്യരുമായി എണ്ണിയെങ്കിൽ വേറെ ആർക്ക് നമ്മളെ തരം താഴ്ത്താൻ പറ്റും? ആർക്ക് നമ്മളെ അപമാനിക്കാൻ പറ്റും? ആർക്ക് റൈറ്റില്ല. അവൻ നമ്മളെ അറിയുന്ന ദൈവമാണ്. അവൻ നമ്മെ അറിയുന്നതിന്റെ മറുവശമാണ് ആടുകൾ അവനെ അറിയുന്നു, നാം അവനെ അറിയുന്നു. കർത്താവ് എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട്? പൗലോസിന്റെ വളരെ പ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, അല്ലേ? ആർക്കും ഉച്ചരിച്ചുകൂടാത്ത ഭാഷകൾ കേട്ടവൻ. ആ പൗലോസ് പറയാ, ജീവിതത്തിന്റെ അവസാന കാലഘട്ടം വന്നപ്പം പറയാ, I may know him. എനിക്ക് അവനെ ഒന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഈ ഒരു ഉദാഹരണം നോക്കണ്ടോ? ദൈവത്തെ ആഴത്തിലൊന്ന് അറിയണം. എങ്ങനെയാ ദൈവത്തെ ആഴത്തിൽ അറിയുന്നത്? വചനത്തിൽ കൂടെ അവൻ ഒരുപാട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അവൻ ആരാണെന്ന്, അല്ലേ? അവൻ കരുണാസമ്പന്നനാണ്, അല്ലേ? അതേസമയത്ത് അവൻ ദീർഘക്ഷമയും മഹാദേവുള്ളവനാ. പക്ഷെ അതേസമയത്ത് അവൻ അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനാ. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാ. നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം കർത്താവിനോട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പാസ്റ്ററിന്റെ ഭാര്യയെ തന്നെ പിടിച്ചേക്കാം. കല്യാണം കഴിഞ്ഞ ഉടനെ ചിറ്റി പാസ്റ്ററിനെ കുറിച്ച് എല്ലാ ഇൻഫർമേഷനും കിട്ടിയോ? ഇത്ര പാവവും ശുദ്ധനുമായിട്ടുള്ള മനുഷ്യനാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടവരൊക്കെ ചിരിക്കുന്ന അവസ്ഥ. എങ്ങനെ അറിഞ്ഞേ? ഇത് അവിടുന്ന് പോയി. ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 50 വർഷമായി. ഈ 50 വർഷം കൊണ്ട് ചിറ്റി പാസ്റ്റർ എത്ര അറിഞ്ഞു? വാസ്തവത്തിൽ യാമ പറഞ്ഞാൽ ശരി, സത്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ, എൻ്റെ ഭർത്താവിനെ അല്ലെ എൻ്റെ ഭാര്യയെ
ഞാൻ 100% അറിഞ്ഞു എന്ന് പറയാൻ പറ്റുന്നവരുണ്ടോ? ആരുമില്ല. കാരണം നമുക്കൊക്കെ ഒരുപാട് എന്തുണ്ട്, പൊയ്മുഖങ്ങളുണ്ട് അല്ലേ? നമുക്ക് അഭിനയിക്കാൻ നല്ല എക്സ്പേർട്സ് നമ്മൾ വിശ്വാസികളൊക്കെ അല്ലേ? വീട്ടിൽ നമ്മൾ നന്നായി അഭിനയിക്കും, പുറത്തിറങ്ങുമ്പോൾ നന്നായി അഭിനയിക്കും. എന്തുമാത്രം മുഖങ്ങളുണ്ട് നമുക്ക് അല്ലേ? നമ്മുടെ കർത്താവിനെ കർത്താവിന് ഒറ്റ മുഖയുള്ളൂ. ആഴത്തിൽ അവനെ അനുഭവിച്ചു. ഈ ആഴത്തിൽ അനുഭവിച്ച അതുകൊണ്ടാണ് പിന്നെ ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ പറയാണ്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പൊ നമ്മൾ ദൈവത്തെ ആഴത്തിൽ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വി വിൽ സ്റ്റാൻഡ് ഫേം. എന്തെല്ലാം കാറ്റുകൾ വന്നാലും, കൊടുങ്കാറ്റുകൾ വന്നാലും, രോഗങ്ങൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, നിരാശകൾ വന്നാലും, കുത്തുവാക്ക് വന്നാലും, പ്രിയപ്പെട്ടവരിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന് കല്ലേറ് കൊണ്ടാലും നമ്മൾ എന്ത് ചെയ്യും? ഉറച്ചു നിൽക്കും. കാരണം എന്തുകൊണ്ടാ? നമ്മൾ ദൈവത്തെ അറിഞ്ഞാൽ, ആഴത്തിൽ അറിഞ്ഞാൽ, ദൈവത്തെ നമ്മൾ അറിയുന്തോറും നമ്മൾ ഉറച്ചു നിൽക്കാൻ തുടങ്ങും. We will stand firm. അത് മാത്രമല്ല, ഉറച്ചു നിൽക്കുന്നത് മാത്രമല്ല, we shall do exploits. ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എക്സ്പ്ലോസീവ്സ്. എക്സ്പ്ലോസീവ്സ് എന്ന് പറഞ്ഞാൽ എന്തോ? പൊട്ടിത്തെറിക്കുന്ന സാധനം അല്ലേ? ബോംബ്. കറക്റ്റ് അല്ലേ? We shall do exploits. നമ്മൾ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഐ നോ ഓൺ ഹൂം ഐ ഹാവ് പുട്ട് മൈ ട്രസ്റ്റ്. എന്റെ ആശ്രയം ആരിലാണെന്ന് എനിക്കറിയാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് എനിക്കറിയാം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കർത്താവ് നമ്മെ അറിയുന്നത് പോലെ നമ്മൾ കർത്താവിനെ ആഴത്തിലൊന്ന് അനുഭവിച്ചറിയണം. എങ്ങനെ ആഴത്തിൽ അനുഭവിച്ചറിയുന്നത്? അവനോട് ചേർന്ന് നടക്കുമ്പോൾ, അവനുമായി വസിക്കുമ്പോൾ അല്ലേ? കർത്താവിനെ യോഹന്നാന്റെ 2 ശിഷ്യന്മാർ, അന്ത്രയോസും യോഹന്നാനും. കറക്റ്റ്. അന്ത്രയോസും യോഹന്നാനും കർത്താവ് ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തേക്ക് വന്നിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ ഇവര് പുറകെ എന്നപ്പം കർത്താവിനോട് ചോദിച്ചു, കർത്താവ് നീ എവിടെയാ പാർക്കുന്നേ? കർത്താവ് എന്ന് പറഞ്ഞു, വന്ന് കാണുക. വന്ന് കണ്ടു കഴിഞ്ഞപ്പോ, ഒരു രാത്രി പാർത്തു കഴിഞ്ഞപ്പോ അന്ത്രയോസ് ചെയ്ത് എന്തുവാ? ആദ്യം തന്റെ സഹോദരനായ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ മശിയായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ഒറ്റ രാത്രി കർത്താവിന്റെ കൂടെ പാർത്തു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഞങ്ങൾ വാഗ്ദത്ത മശിയായി ഞാൻ കണ്ടെത്തി. ഹല്ലേലൂയ. ഈ ആഴത്തിൽ അനുഭവിച്ചത് എനിക്കതിന്റെ വിശദീകരിക്കാൻ അറിയത്തില്ല പ്രിയമുള്ളത്. എങ്ങനെ എനിക്കത് വിശദീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വാക്കുകൊണ്ട് വിശദീകരിക്കാൻ പറ്റത്തില്ല. ആഴത്തിൽ കർത്താവിനെ അറിയുന്തോറും നമുക്ക് ഉറച്ചു നിൽക്കാനും, പതറിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാനും നമുക്ക് ബലം കിട്ടണമെങ്കിൽ ദൈവത്തെ നമ്മൾ ആഴത്തിൽ അനുഭവിച്ചറിയണം. ആഴത്തിൽ അറിയണമെങ്കിൽ അവനോട് ചേർന്ന് നടക്കണം. അവൻ നമുക്ക് എഴുതി തന്നതായിട്ടുള്ള ശിശുന്മാർ മുഖാന്തരം നമുക്ക് എഴുതി തന്ന വചനം നമ്മൾ ആഴത്തിൽ അറിയണം. ഈ വചനം പഠിച്ചാലുള്ള ഗുണം എന്താ? കൈനാളിൽ ദൈവം അനേക ഭക്തരെ നടത്തിയതായുള്ള വരികള് നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉറക്കുക, കുറച്ചുകൂടെ ബലപ്പെടുകയാണ്. അതുകൊണ്ട് ആഴത്തിൽ വചന പഠനത്തിലൂടെയും കൂട്ടായ്മയിലൂടെയും ആരാധനയിൽ കൂടെയും വചന കേൾവിയിൽ കൂടെ ഒക്കെ നമ്മൾ കർത്താവിനെ ആഴത്തിൽ അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. ഞാൻ അത്രയും പറഞ്ഞ ഭാഗം ഒന്ന് വിടുകയാണ്. 9-ാമത്തെ 10:28 ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാണിത്. നിങ്ങളെ വായിച്ചു. 10:20 ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. എല്ലാവരും ബോറടിച്ചു? ഞാൻ പ്രസംഗം നിർത്തണം എന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കി. കൈവക്കാൻ തുടങ്ങി. അടുത്ത പോയിന്റ് എഴുതാൻ കൈവയ്ക്കുക. അപ്പോൾ സാറേ, പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് നിത്യജീവൻ തരുന്നവരാണ്. എന്താ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ?
എന്നേക്കെന്ന് പറഞ്ഞ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത ഒരു ജീവൻ അല്ലേ? അതെപ്പോഴാണ് നമുക്ക് കിട്ടുന്നേ? മരണശേഷം അല്ലേ? മരണശേഷം നമുക്ക് കിട്ടുന്നേ. പക്ഷെ അതിന് യോഗ്യരാകുന്നത് എപ്പോഴാണ്? ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ യോഗ്യരാകുന്നത്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് വേർപെട്ട് കർത്താവിനെ ആരാധിച്ച് കർത്താവിനോട് ചേർന്ന് നടന്ന് കർത്താവിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന എല്ലാ മക്കളും മരിച്ചു കഴിഞ്ഞാലും അവർക്ക് എന്തുണ്ട്? അവർ പോകുന്ന നിത്യമായുള്ള ജീവനിലേക്കാണ്. ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കും. ഈ ലോകത്ത് നമുക്ക് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, ത്യജിക്കലുകളുണ്ട്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു നിത്യജീവനുണ്ട്. അവിടെ രോഗമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല. ദൈവം താൻ അവരോടുകൂടെ വസിക്കുന്ന നിത്യമായ രാജ്യം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത് നിത്യജീവനാണ്. പ്രിയമുള്ളത്, ഈ നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലോകത്തിൽ ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടിയില്ലെന്ന് വരാം, ചിലപ്പോൾ പണം കിട്ടിയില്ലെന്ന് വരാം, പ്രശസ്തി കിട്ടിയെന്ന് വരാം, കിട്ടിയില്ലെന്ന് വരാം, കിട്ടിയെന്ന് വരാം. ഇതൊക്കെ നമുക്ക് ലഭിച്ചെന്ന് വരാം, ലഭിച്ചില്ലെന്ന് വരാം. പക്ഷേ നമുക്ക് നിത്യത ഓർത്താൽ, അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത് വരുവാനിരിക്കുന്ന തേജസ് ഓർക്കുമ്പോൾ, തേജസ്സിന്റെ നിത്യകാലം ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. ഈ ലോകത്ത് കഷ്ടമുണ്ട്, കഷ്ടങ്ങൾ സാരമുള്ളത് തന്നെ. പക്ഷേ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്, ആ തേജസ്സിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഉറച്ചു നിൽക്കണം, വീര്യം പ്രവർത്തിക്കണം. ഈ നിത്യജീവന് നമ്മൾ അവകാശികളായി മുമ്പോട്ട് പോകണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. 10-ാമതായിട്ട് യോഹന്നാൻ 10:28-29. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഒരു വാക്യം അതിനോട് ചേർന്ന് നമുക്ക് വായിക്കാം. യെശയ്യാപ്രവാചന പുസ്തകം 49-ാം അധ്യായത്തിന്റെ 15-16. യെശയ്യാവ് 49-ന്റെ 15-16. 49-ന്റെ 15-16. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അതല്ല, ഒരു വാക്ക് 15-16 കൂടെ വായിച്ച്. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു. ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ പറയാണ്, ആർക്കും അവനെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ സാധ്യമല്ല. യെശയ്യാപ്രവചനത്തിൽ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ എന്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുക. ഐ ഹാവ് എൻഗ്രേവ്ഡ് യു ഇൻ മൈ പാംസ്. ഈ കയ്യിലുള്ള വര നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഓരോരുത്തരുടെയും കയ്യിലെ വരകൾ ഡിഫറൻ്റാ. ശ്രദ്ധിച്ചു നോക്കിയോ നിങ്ങള്? അപ്പം ഈ വരയിൽ ദൈവം നമ്മളെ തന്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു. എൻഗ്രേവ്ഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വെറുതെ പെയിന്റ് ചെയ്ത് വെച്ചെന്നല്ല. എൻഗ്രേവ്ഡ് എന്ന് പറഞ്ഞാൽ ഈ നല്ല നല്ല ഇരുമ്പൊരു താണി കൊണ്ട് അങ്ങനെ കീറി വെച്ചേക്കുക, എഴുതി വെച്ചേക്കുക, കൊത്തി വെച്ചേക്കുക. അതാ കറക്റ്റ്, കൊത്തി വെച്ചേക്കുക. അപ്പൊ നമ്മൾ എവിടാ ഉള്ളേ? ഒന്ന് ഉറക്കെ പറ. നമ്മൾ എവിടാ ഉള്ളേ? കർത്താവിന്റെ ഉള്ളംകരങ്ങളിൽ. ഹല്ലേലൂയ. അവന്റെ കരങ്ങളിൽ നമ്മളെ പിടിച്ചു പറിക്കാൻ ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. നമുക്ക് നിത്യജീവൻ നൽകുന്ന നല്ല ഇടയൻ, നമ്മളെ സംരക്ഷിക്കുന്ന നല്ല ഇടയൻ, നമ്മുടെ മുൻപേ നടക്കുന്ന നല്ല ഇടയൻ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് നമ്മളെ പോറ്റി പുലർത്തുന്ന നല്ല ഇടയൻ, പച്ചയായ പുൽപ്പറങ്ങളിൽ നമ്മളെ കിടത്തുന്ന നല്ല ഇടയൻ. സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പോൾ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെ
നമ്മളെ പിന്തുടരുമാറാക്കുന്നവൻ, അല്ലേ? ശത്രുക്കൾ കാണുക നമുക്ക് വിരുന്നൊരുക്കുന്നവൻ, നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നവൻ. ഹല്ലേലൂയ! എത്ര നല്ല ഇടയന്റെ ആട്ടിൻകൂട്ടമാകാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ! അവനെ ആരാധിക്കാം, അവനെ മഹത്വപ്പെടുത്താം, അവന്റെ പൊന്നുനാമത്തെ ഉയർത്താം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം.